Hello everyone. Welcome back to Litra Huddles. Let's learn together. ഇന്ന് ലിറ്റർ ഹഡിൽസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിയോ ടോൾസ്റ്റോയുടെ ദി ത്രീ ക്വസ്റ്റ്യൻസ് എന്ന ഷോർട്ട് സ്റ്റോറിയാണ്. ലെസണിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുകയാണ്. അതിന്റെ ആൻസേഴ്സ് മനസ്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻസ് ഇതാണ്. നമ്പർ 1. നിങ്ങൾക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന ഒരു സമയം അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? ക്വസ്റ്റ്യൻ നമ്പർ 2. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ഒരാൾ അല്ലെങ്കിൽ ആൾക്കാർ ആരാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അവരുടെ പേരുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതെന്തായിരിക്കും? ഈ 3 ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞ് വെച്ചേക്കുക കേട്ടോ. ഇനി നമുക്ക് ലെസണിലേക്ക് കിടക്കാം. ലെസണിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ടോൾസ്റ്റോയ് എന്ന റഷ്യൻ ഓഥറിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഒന്ന് നോക്കി വരാം. Leo Tolstoy, one of the most celebrated writers in world literature, was a Russian author and philosopher. His works dwell deeply into the themes of morality, society, and human nature, offering profound philosophical insights. He is best known for his novels War and Peace and Anna Karenina. റഷ്യൻ ഓഥറും ഫിലോസഫറുമായ ലിയോ ടോൾസ്റ്റോയ് ലോകം കണ്ട ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഓരോ വർക്കുകളും മൊറാലിറ്റിയെയും സൊസൈറ്റിയെയും അതുപോലെ തന്നെ ഹ്യൂമൻ നേച്ചറിനെയും ഒക്കെ പറ്റി വളരെ ആഴത്തിൽ ഫിലോസഫിക്കൽ ആയിട്ട് എഴുതപ്പെട്ടവയാണ്. അദ്ദേഹത്തിന്റെ ലോകപ്രസിദ്ധമായ 2 നോവൽസ് ആണ് വാർ ആൻഡ് പീസും അന്ന കർണീനയും. ഇനി നമുക്ക് പഠിക്കാനുള്ള ലെസണിലേക്ക് പോകാം. ദ 3 ക്വസ്റ്റ്യൻസ്. The 3 questions is a classic short story that examines the eternal quest for wisdom and pursuit of answers to life's most fundamental questions. The story challenges the readers to reflect on what it means to live a meaningful and ethical life, prompting introspection about our decisions and priorities. ഈ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില അടിസ്ഥാനപരമായ ഏതാനും ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുടെ അന്വേഷണവും അതിന്റെ ആഴത്തിലുള്ള മീനിങ്ങും വ്യാപ്തിയും ഒക്കെ എക്സാമിൻ ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഒരു മീനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നീതിയോട് കൂടിയുള്ള ഒരു ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും കാട്ടിത്തരുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. ദ 3 questions. It once occurred to a king that if he always knew the right time to begin everything, if he knew who were the right people to listen to and whom to avoid, and above all, if he always knew what was the most important thing to do, he never failed in anything he might undertake. The king offered a huge sum of money as a reward to anyone who could come up with the answers. He received several kinds of answers. ഒരിക്കലും ഒരു രാജാവിനുണ്ടായ ഒരു തോന്നലിൽ നിന്നാണ് ഈ സ്റ്റോറിയുടെ തുടക്കം. ആ തോന്നൽ എന്താണെന്നല്ലേ? താൻ ഒരിക്കലും തോക്കരുത്. അതിനെന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി. ജീവിതത്തിൽ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുന്നവർക്ക് തോൽവി ഉണ്ടാവില്ല എന്ന്. ആ ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഒരു കാര്യം അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്തു തുടങ്ങാനുള്ള റൈറ്റ് ടൈം അഥവാ ശരിയായ സമയം ഏതാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ആരാണ് തനിക്ക് ആവശ്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതുപോലെ ആരെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്? തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ എന്ത് കാര്യമാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്? ഈ 3 ക്വസ്റ്റ്യനുള്ള ഉത്തരം അറിയാവുന്ന ഒരാൾക്ക് തോൽവി ഉണ്ടാവില്ല എന്ന രാജാവ് വിശ്വസിച്ചു. തന്റെ ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു വലിയ എമൗണ്ട് ഓഫ് മണി സമ്മാനമായി കൊടുക്കാനും രാജാവ് തീരുമാനിച്ചു. പല പണ്ഡിതന്മാർ വന്നു, പലതരത്തിലുള്ള ആൻസേഴ്സ് രാജാവിന് ലഭിക്കുകയും ചെയ്തു. നമുക്ക് അവയിൽ ചിലതൊക്കെ ഒന്ന് നോക്കി വരാം. ആൻസേഴ്സ് ഗിവൺ ബൈ ദ ലേൺഡ് മാൻ ടു ദ കിങ്സ് ക്വസ്റ്റ്യൻസ്. The first question is how to know the right time for every action. Some scholars said that the right time can be learned only by making a table of days and months and living strictly according to it. Others said that one should leave all the past time and attend to all that was going on and do what was most needful. Others said one man alone cannot find out the right time. He must take the advice of a council of wise men. Others said that only magicians who have foresight can find out the right time. പല പണ്ഡിതന്മാരും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി കൊട്ടാരത്തിൽ വന്നു. ആദ്യത്തെ ചോദ്യമായ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ കാര്യം ചെയ്യാനുള്ള കറക്റ്റ് ആയിട്ടുള്ള സമയം എന്താണെന്ന ചോദ്യത്തിന് കിട്ടിയ ചില ഉത്തരങ്ങൾ എന്താണെന്ന് നോക്കാം. ചില സ്കോളേഴ്സ് പറഞ്ഞു ശരിയായ സമയം മനസ്സിലാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. മാസങ്ങളും തീയതികളും വർഷങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു ടേബിൾ അല്ലെങ്കിൽ പട്ടിക തയ്യാറാക്കി ചെയ്യേണ്ട ജോലിയൊക്കെ മുൻകൂട്ടി എഴുതി തയ്യാറാക്കി
അതിനനുസരിച്ച് കൃത്യതയോടെ ജീവിക്കണം. ഇനി വേറെ ചിലർ പറഞ്ഞ കാര്യം ഇതാണ്: ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ശരിയായ സമയം കണ്ടെത്തുക ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും അധികം എന്റർടൈൻമെന്റ്സ് ഒക്കെ ഒഴിവാക്കി അധിക സമയമൊന്നും കളയാതെ ഇപ്പൊ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കെയർഫുൾ ആയിട്ട് ജീവിക്കുക. വേറെ ചില സ്കോളേഴ്സ് അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയായിരുന്നു: ഒരാൾ മാത്രം വിചാരിച്ചാൽ ശരിയായ സമയം കണ്ടെത്തുക വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ രാജാവിന് തന്റെ കൊട്ടാരത്തിലുള്ള അറിവുള്ള പണ്ഡിതന്മാരുടെ ഗ്രൂപ്പുമായി ആലോചിച്ചു വേണം റൈറ്റ് ടൈം ചൂസ് ചെയ്യേണ്ടത് എന്നാണ്. അതുപോലെ മറ്റൊരു കൂട്ടര് പറഞ്ഞു, ഭാവി കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവചിക്കാൻ കഴിയുന്ന മജീഷ്യൻസിന് മാത്രമേ ശരിയായ സമയം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഇങ്ങനെ പലതരത്തിലുള്ള രസകരമായ മറുപടി വന്നു. ഇതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും കിട്ടി ഇഷ്ടം പോലെ ആൻസേഴ്സ്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻസേഴ്സ് ഗിവൺ ബൈ ദ ലേൺഡ് മാൻ ടു ദ കിങ്സ് ക്വസ്റ്റ്യൻസ്. The second question is, who are the most necessary people, which also drew different answers from the learned man. Some said the people king most wanted were his counselors. Others said priest. Some others said doctors. Some others said warriors. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ആരാണ് അല്ലെങ്കിൽ ആരെയൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആൾക്കാരെന്ന് രാജാവ് ചോദിച്ചിരുന്നു. അതിനും കിട്ടി പലതരത്തിലുള്ള ഉത്തരങ്ങൾ. അവയിൽ ചിലത് ഇതൊക്കെയാണ്: രാജാവിന് ഏറ്റവും വേണ്ടപ്പെട്ടവർ രാജകൊട്ടാരത്തിലെ കൗൺസിലേഴ്സ് ആണ്. അതായത് നമ്മുടേതുമായി താരതമ്യം ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ നാടുമായി താരതമ്യം ചെയ്ത് പറയുകയാണെങ്കിൽ മന്ത്രിമാർ എന്ന് വേണമെങ്കിൽ പറയാം. മറ്റു ചിലർ പറഞ്ഞതാവട്ടെ പ്രീസ്റ്റ് എന്ന്, കൊട്ടാരത്തിലെ പുരോഹിതന്മാരാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ആൾക്കാരെന്ന്. മറ്റു ചിലർ പറഞ്ഞു ഡോക്ടേഴ്സ് എന്ന്, ചിലർ പറഞ്ഞു വാരിയേഴ്സ് അല്ലെങ്കിൽ പടയാളികളാണ് രാജാവിന് ഏറ്റവും പ്രധാനമായും വേണ്ട ആൾക്കാരെന്ന്. ഇനി the third question is, what is the most important thing to do or occupation? According to some, the most important thing in the world is science. Others said that it is a skills in warfare. Some others said it is religious worship. ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട പ്രവൃത്തി? ഈ ചോദ്യത്തിന് ചിലർ പറഞ്ഞു ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സയൻസ് ആണ്. ചിലർ പറഞ്ഞു യുദ്ധത്തിലെ സ്കിൽസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എന്നാൽ വേറെ ചിലർ പറഞ്ഞു റിലീജിയസ് വർഷിപ്പ് ആണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ പലതരത്തിലുള്ള ഉത്തരങ്ങൾ കിട്ടി. ഈ ആൻസേഴ്സ് ഒക്കെ കേട്ടിട്ട് നമ്മുടെ കിങ്ങിന് ഭ്രാന്ത് പിടിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ദ കിങ് is not satisfied by the answers. All the answers were different. The king agreed with none of them and gave reward to none. But he wished to find out the answers for those questions. He decided to consult a hermit, widely renowned for his wisdom. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? രാജാവിന് ഈ ഉത്തരങ്ങളൊക്കെ കേട്ടിട്ട് സാറ്റിസ്ഫാക്ഷൻ ആയി എന്നാണോ? എവിടെ അല്ലേ? രാജാവ് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. പോരാത്തതിന് ഓരോരുത്തർ വന്നിട്ട് അവർക്ക് തോന്നുന്ന പലതരത്തിലുള്ള ഉത്തരങ്ങളും പറഞ്ഞിട്ട് പോകുന്നു. പല ഉത്തരങ്ങൾ. നിരാശനായ രാജാവ് ആർക്കും റിവാർഡും കൊടുത്തില്ല, ആരുടെ ഉത്തരങ്ങളുമായിട്ട് എഗ്രി ചെയ്തതുമില്ല. എന്നാൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് താൻ കേട്ടറിഞ്ഞ ഒരു സന്യാസിയുടെ അടുത്തേക്ക് പോകാൻ രാജാവ് തീരുമാനിച്ചു. ആ സന്യാസിയാകട്ടെ അത്യാവശ്യം നല്ല ജ്ഞാനബോധമൊക്കെ ഉള്ള ഒരാളായിരുന്നു. King's visit to the hermit. The hermit lived in a forest, so the king put on simple clothes before reaching the hermit's hut. He left his horse and bodyguard behind and went to the hermit alone. When the king approached, the hermit was digging the ground in front of his hut. Seeing the king, he greeted him and went on digging. സന്യാസി ഒരു കാട്ടിലായിരുന്നു ജീവിച്ചിരുന്നത്. സോ രാജാവ് തന്റെ ഒഫീഷ്യൽ ഡ്രസ്സൊക്കെ മാറ്റി സാധാരണ വേഷമൊക്കെ ധരിച്ച് സന്യാസി താമസിച്ചിരുന്ന കുടിലേക്ക് ചെന്നു. തന്റെ സേഫ്റ്റിക്ക് കൂടെ വന്ന തന്റെ ബോഡി ഗാർഡ്സിനെയും തന്റെ കുതിരയും ഒക്കെ സന്യാസിയുടെ കുടിലിന് കുറച്ചകലെ മാറ്റി നിർത്തിയ ശേഷം ഒറ്റയ്ക്കാണ് അദ്ദേഹം അങ്ങോട്ട് പോയത്. രാജാവ് അവിടെ എത്തിയപ്പോഴേക്കും സന്യാസി തന്റെ വീടിന് മുന്നിലിരുന്ന്, വീടല്ല കുടില് കേട്ടോ, കുടിലിന് മുന്നിലായിട്ടിരുന്ന് ചെറിയ കുഴികൾ കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാജാവിനെ കണ്ടപ്പോൾ അദ്ദേഹം ഒന്ന് ഗ്രീറ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും താൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടു. The king went to him, asked 3 questions. The hermit heard the questions but answered nothing and continued digging. The king offered help and took the spade from the hermit and started digging on the ground for him. The king repeated the questions again, hoping that he would get the answers this time, but the hermit gave no answer again. നമ്മുടെ ക്ഷമയില്ലാത്ത രാജാവ് നേരെ പോയിട്ട് സന്യാസിയോട് തന്നെ അലട്ടിക്കൊണ്ടിരുന്ന 3 questions അങ്ങ് ചോദിച്ചു. നമ്മുടെ സന്യാസി ആരാ മോൻ? അദ്ദേഹം ചോദ്യം കേട്ടു, എന്നാൽ ഉത്തരമൊന്നും പറയാതെ വീണ്ടും കുഴിയെടുത്തുകൊണ്ടേയിരുന്നു. ഇത് കണ്ട രാജാവ് അദ്ദേഹത്തെ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കാമെന്ന് കരുതി സന്യാസിയുടെ പക്കൽ നിന്ന് മൺവെട്ടിയൊക്കെ വാങ്ങിച്ച് അദ്ദേഹത്തിന് വേണ്ടി രാജാവ് ചെറിയ കുഴികൾ കുഴിച്ചു തുടങ്ങി. തന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമോ എന്നറിയാൻ രാജാവ് വീണ്ടും പ്രതീക്ഷയോടെ സന്യാസിയോട് ആ സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തു. എന്നാൽ സന്യാസി ഇത്തവണയും ഒന്നും മിണ്ടിയതേയില്ല. ഇനിയാണ് നമ്മുടെ കഥയിലെ
പ്രധാനപ്പെട്ട സംഭവം നടക്കാൻ പോകുന്നത്. ദ വൂണ്ടഡ് മാൻ. The king waited there for hours, expecting answers for his questions from the hermit. They saw a bearded man coming to them, running out of the woods. The man held his hand pressed against his stomach, and he was bleeding. When he reached the king, he fainted on the ground. The king and the hermit found a large wound in his stomach. They washed it and bandaged it with a handkerchief he had and with a towel that the hermit had. At last, the man revived, and the king brought him some fresh water to drink. The hermit and the king carried the wounded man to the hut and laid him down on the bed. The man closed his eyes and he was quiet. രാജാവ് തന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചു. അപ്പോഴാണ് ഒരു താടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു മനുഷ്യൻ കാട്ടിൽ നിന്ന് അവരുടെ പക്കലേക്ക് ഓടി വരുന്നത് രാജാവും ഹേർമിറ്റും ശ്രദ്ധിച്ചത്. അയാൾ തന്റെ കൈകൾ കൊണ്ട് അയാളുടെ വയറ്റിൽ അമർത്തി പിടിച്ചിരിക്കുകയായിരുന്നു. വയറ്റിൽ ഒരു മുറിവുണ്ടെന്നും അത് ബ്ലീഡ് ചെയ്യുന്നുണ്ടെന്നും നമ്മുടെ ഹേർമിറ്റും കിങ്ങും മനസ്സിലാക്കി. രാജാവിന്റെ അടുത്തെത്തിയതും അയാൾ കുഴഞ്ഞു വീണു. അയാളിൽ വലിയൊരു മുറിവ് കണ്ട രാജാവും ഹേർമിറ്റും കൂടി ആ മുറിവൊക്കെ ക്ലീൻ ചെയ്ത് രാജാവിന്റെ പക്കലുണ്ടായിരുന്ന ഒരു ഹാൻകർചീഫ് കൊണ്ടും ഹേർമിറ്റിന്റെ പക്കലുണ്ടായിരുന്ന ഒരു ടവല് കൊണ്ടും കെട്ടിവെച്ചു. അങ്ങനെ അവസാനം അയാൾക്ക് ബോധം വന്നപ്പോൾ രാജാവ് അയാൾക്ക് കുടിക്കാനായി അല്പം വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ശേഷം ഹേർമിറ്റും കിങ്ങും കൂടി മുറിവേറ്റ ആ മനുഷ്യനെ താങ്ങിയെടുത്ത് ഹട്ടിലേക്ക് കൊണ്ടുപോയി കിടക്കയിൽ കിടത്തി. അയാൾ നിശബ്ദനായി കണ്ണുകൾ അടച്ചു കിടന്നു. ശേഷം കഥ നടക്കുന്നത് നെക്സ്റ്റ് മോർണിംഗിലാണ്. The king was tired with his walk to the woods, and the work he had done. He found a place in the threshold and fell asleep. When he woke up in the morning, he saw the bearded man lying on the bed, gazing at him with shining eyes. He thanked the king for saving his life, and he confessed that he came there to kill the king because the king executed his brother and seized their property. നമ്മുടെ രാജാവ് ആകെ ടയർഡായിരുന്നു. കാട്ടിലേക്കുള്ള നടപ്പും പിന്നെ കുറെ കുഴിയൊക്കെ എടുത്ത് ക്ഷീണിതനായി അദ്ദേഹം ആ ഹട്ടിന്റെ മുറ്റത്ത് ഒരു ചെറിയ സ്ഥലം കണ്ടെത്തി അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെയാണ് നമ്മുടെ കിങ് ഉറക്കമുണർന്നത്. അദ്ദേഹം നോക്കുമ്പോൾ ഇന്നലെ തങ്ങൾ രക്ഷിച്ച ആ മനുഷ്യൻ കിടക്കയിൽ കിടന്നുകൊണ്ട് രാജാവിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. തന്റെ ജീവൻ രക്ഷിച്ചതിന് കിങ്ങിനോട് അദ്ദേഹം നന്ദി പറഞ്ഞു. ശേഷം അയാൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ആക്ച്വലി അയാൾ രാജാവിനെ കൊല്ലാൻ വേണ്ടി വന്നതാണ്. കാരണം രാജാവ് അയാളുടെ ബ്രദറിനെ വധിക്കുകയും അവരുടെ വസ്തുവകകളെല്ലാം പിടിച്ചടക്കുകയും ചെയ്തിരുന്നു. ഇതിന് രാജാവിനോട് പകരം വീട്ടാൻ വേണ്ടി വന്നതായിരുന്നു അയാൾ. He knew that the king had gone to meet the hermit. He determined to kill the king on his way back. As the king did not return for the day, he came out of his ambush to find out the king, but he was discovered by the king's bodyguard and was attacked. He would have died if the king had not tied the wound, and he expressed his wish to serve the king faithfully and would ask his sons to do the same if he would survive. അയാൾക്കറിയാമായിരുന്നു രാജാവ് ഹേർമിറ്റിനെ കാണാൻ പോകുന്ന കാര്യം. രാജാവ് തിരികെ വരുന്ന ടൈമിൽ കൊല്ലാനായിരുന്നു അയാളുടെ പ്ലാൻ. എന്നാൽ ഏറെ നേരമായിട്ടും രാജാവിനെ കാണാതിരുന്നതുകൊണ്ട് അയാൾ അന്വേഷിക്കാൻ വേണ്ടി താൻ ഒളിച്ചിരുന്ന സ്ഥലത്തു നിന്നും പുറത്തേക്കിറങ്ങി. അപ്പോൾ തന്നെ രാജാവിന്റെ ബോഡി ഗാർഡ്സ് അയാളെ കണ്ടുപിടിക്കുകയും അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. രാജാവ് അയാളുടെ മുറിവ് വൃത്തിയാക്കി കെട്ടിവെച്ച് ഹെൽപ്പ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അയാൾ മരണപ്പെട്ടേനെ എന്ന് മനസ്സിലാക്കിയ ആ മനുഷ്യൻ രാജാവിനോട് ക്ഷമ ചോദിക്കുകയും ഇനിയുള്ള കാലം രാജാവിന്റെ വിശ്വസ്തനായി സേവനം അനുഷ്ഠിച്ചുകൊള്ളാം എന്ന് പറയുകയും തന്റെ ഇനിയുള്ള തലമുറയോടും ഇപ്രകാരം വിശ്വസ്തരായി രാജാവിനെ സെർവ് ചെയ്യാൻ പറയുമെന്നും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. The king was very glad to make peace with his enemy and gained a faithful friend. The king not only forgave him, but told him he would send his servants and his own physicians to attend him and promised to restore the property. The hermit was outside, on his knees, sowing seeds in the beds that had been dug the day before. The king approached the hermit for the last one more time for the answers to his questions. But for his surprise, the hermit told the king that, "You have been answered already." നമ്മുടെ ഈ താടി വെച്ച ആ മനുഷ്യന്റെ കൺഫെഷനൊക്കെ കേട്ടിട്ട് രാജാവ് ഒരു നിമിഷം ഒന്ന് ഷോക്കായി പോയെങ്കിലും തന്റെ ശത്രുവായിരുന്ന ഒരാള് ഇപ്പോൾ തന്റെ വിശ്വസ്തനായ മിത്രമായതിൽ ഒരുപാട് സന്തോഷിച്ചു. രാജാവ് അയാളോട് ക്ഷമിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് താൻ കൊട്ടാരത്തിലെത്തിയാൽ ഉടനെ തന്നെ തന്റെ കൊട്ടാരത്തിലെ ഫിസിഷ്യനെയും തന്റെ ഏതാനും ചില സെർവൻസിനെയും നിങ്ങളെ പരിചരിക്കുന്നതിന് പറഞ്ഞുവിടാമെന്ന് വാക്ക് നൽകുകയും ചെയ്തു. മാത്രമല്ല അയാളിൽ നിന്ന് പിടിച്ചടക്കിയ വസ്തുവകകൾ അയാൾക്ക് തിരികെ നൽകുമെന്നും രാജാവ് വാക്ക് നൽകി. തിരികെ കൊട്ടാരത്തിലേക്ക് പുറപ്പെടാൻ തുടങ്ങിയ രാജാവ് ഹെർമിറ്റിനെ കണ്ടു. അദ്ദേഹം അപ്പോൾ ഇന്നലെ എടുത്ത കുഴികളിൽ വിത്തിട്ട് മൂടുകയായിരുന്നു. പോകുന്നതിന് മുമ്പ് ഒരു തവണ കൂടി, വൺ ലാസ്റ്റ് ടൈം, തന്റെ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമോ എന്നറിയാൻ കിങ് ഹെർമിറ്റിനെ അപ്രോച്ച് ചെയ്തു. എന്നാൽ
അതിശയമെന്നോണം ഹെർമിറ്റ് മറുപടി പറഞ്ഞു. താങ്കൾ അന്വേഷിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി താങ്കൾക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞല്ലോ എന്ന്. ഹെർമിറ്റിന്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. ഹെർമിറ്റ്സ് ആൻസർ ടു ദ കിങ്സ് ക്വസ്റ്റ്യൻ. If the king had not pitied on the weakness of the hermit the day before and not dug the beds for him or gone back, the man would have attacked the king. So here in this situation, the most important time was when the king digging the beds, and here the most important person was the hermit. Do something good for the hermit was the most important business. Hermit made it more clear that there is only one time that is important, and that is now. It is the most important time because it is the only time when we have power. The most important man is he with who you are, for no man knows whether he will ever have dealings with anyone else. And finally, the most important thing to do is to do good, because for that purpose alone was man sent into his life. ഹെർമിറ്റ് പറഞ്ഞു, ഇന്നലെ തന്റെ കുടിലിലേക്ക് വന്ന രാജാവ് തന്റെ ക്ഷീണം കണ്ടപ്പോൾ തന്നെ സഹായിക്കാനായിട്ട് സന്നദ്ധനായി. തനിക്ക് വേണ്ടി കുഴികൾ കുഴിക്കാൻ തയ്യാറായിരുന്നില്ലെങ്കിൽ, ഉത്തരം കിട്ടാത്തതുകൊണ്ട് രാജാവ് ഉടനെ തിരിച്ചു പോയിരുന്നെങ്കിൽ ഉറപ്പായും രാജാവിനെ ആ താടിക്കാരൻ അറ്റാക്ക് ചെയ്യുമായിരുന്നു. സോ ഈ സിറ്റുവേഷനിൽ കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ടൈം എന്ന് പറയുന്നത് ഹെർമിറ്റിനെ കുഴികൾ കുഴിക്കാൻ സഹായിച്ച ആ സമയമാണ്. ഈ സിറ്റുവേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പേഴ്സൺ മറ്റാരുമല്ല, അത് കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഹെർമിറ്റ് തന്നെയാണ്. ഹെർമിറ്റിനെ സഹായിച്ചു, അതായത് അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഴികൾ കുഴിച്ചു കൊടുത്തു. അതാണ് ഇവിടെ അദ്ദേഹം ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പ്രവൃത്തി. ഹെർമിറ്റ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് രാജാവിന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. ഇമ്പോർട്ടന്റ് ടൈം എന്ന് പറയുന്നത് ആകെ ഒരു സമയം മാത്രമാണ്, നൗ, അതായത് ഇപ്പോൾ എന്ന മൊമെന്റ് ആണ്. കാരണം ഈ ഒരു ടൈമിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള പവർ ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് നീ ഇപ്പോൾ ആരുടെ ഒപ്പമാണോ അയാളായിരിക്കും. അവസാനത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി മറ്റൊന്നുമല്ല, നന്മ ചെയ്യുക. കാരണം മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ നന്മ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ കിങ്ങിനെ അറിയേണ്ട ആ 3 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കിട്ടി. അങ്ങനെയാണ് നമ്മുടെ സ്റ്റോറി അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഹെർമിറ്റിന്റെ ക്യാരക്ടർ അനാലിസിസ് കൂടി ഒന്ന് നോക്കാം. ക്യാരക്ടർ അനാലിസിസ് ഓഫ് ദ ഹെർമിറ്റ്. The hermit in the story is the personification of wisdom. The 3 questions for which the king seeks solution are the most difficult to answer. The hermit arrives at the answer by actual incidents in life. He is the man of insight, and perhaps he knows that the king's enemy is waiting to kill him. And accordingly, he detains the king for a long time, engaging in the task of digging the ground. Meanwhile, the bodyguards of the king attack the enemy, but he seeks shelter with the king himself. The king washes and bandages the wound and saves the enemy, and they become friends. The 3 questions are answered by this incident. ഈ സ്റ്റോറിയിൽ നമ്മുടെ ഹെർമിറ്റിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ജ്ഞാനത്തിന്റെ ഉറവിടമായിട്ടാണ്. രാജാവിനറിയേണ്ട 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അത്ര ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. എന്നാൽ ആ ഉത്തരങ്ങൾ രാജാവിന് റിയൽ ലൈഫ് ഇൻസിഡന്റിലൂടെ കാട്ടിക്കൊടുക്കാൻ ഹെർമിറ്റിന് സാധിച്ചു. വലിയ ജ്ഞാനിയാണ് ഹെർമിറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ ഈ സ്റ്റോറിയിൽ. ചിലപ്പോൾ അദ്ദേഹത്തിന് അറിയുമായിരുന്നിരിക്കണം രാജാവിന്റെ എനിമി അദ്ദേഹത്തിനെ കൊല്ലാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നും. സോ ഹെർമിറ്റ് രാജാവിനെ മനഃപൂർവ്വം വൈകിപ്പിക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സെയിം ടൈമിൽ രാജാവിന്റെ ബോഡി ഗാർഡ് എനിമിയെ അറ്റാക്ക് ചെയ്യുകയും അയാൾ അവസാനം രാജാവിന്റെ പക്കൽ തന്നെ അഭയം തേടി പോവുകയും ചെയ്തു അല്ലേ. അയാളെ പരിചരിച്ച രാജാവിന് പിന്നീട് നല്ലൊരു വിശ്വസ്തനായ സുഹൃത്തിനെയും അതുപോലെ തന്നെ സെർവ് ചെയ്യാം എന്ന് പറഞ്ഞ ഒരു പരിചാരകനെയും കിട്ടി. ഈ സംഭവ വികാസങ്ങളോടെ ആ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും രാജാവിന് ലഭിക്കുകയാണ് ചെയ്തത്. ഈ ഷോർട്ട് സ്റ്റോറിക്ക് ഒരു ചെറിയ കൺക്ലൂഷനോടെ പറഞ്ഞു നിർത്തിയ ശേഷം നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. Tolstoy made literature a powerful medium of moral teaching. His novels and short stories contains various interpretations of morality and ethics. In this short story called The 3 Questions, he makes a distinction between false and true wisdom. The story also insists that we learn more about moral and moral ethical values from our own life rather than from fake wisdom of so-called wise man. ലിയോ ടോൾസ്റ്റോയ് എന്ന വിശ്വവിഖ്യാതമായ നമ്മുടെ റൈറ്റർ ലിറ്ററേച്ചറിനെ മോറൽ ടീച്ചിങ്ങിനുള്ള മീഡിയമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ നോവൽസും ഷോർട്ട് സ്റ്റോറീസും എല്ലാം എത്തിക്സിന്റെയും മൊറാലിറ്റിയുടെയും ഒക്കെ ഇന്റർപ്രിട്ടേഷനാണ്. ദ 3 ക്വസ്റ്റ്യൻസ് എന്ന ഈ ഷോർട്ട് സ്റ്റോറിയിലും ട്രൂ ആൻഡ് ഫാൾസ് വിസ്ഡം വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് സ്റ്റോറിയുടെ തുടക്കത്തിൽ ഒരുപാട് പേര് 3 ക്വസ്റ്റ്യൻസിന് പല ഉത്തരങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ റിയൽ ലൈഫ് ഇൻസിഡന്റ് എക്സാമ്പിൾ ആയി കാണിച്ച് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹെർമിറ്റ് ഉത്തരം നൽകുകയും ചെയ്യുന്നു. സോ ദിസ് ഇറ്റ്സെൽഫ് ഷോസ് the distinction between false and true wisdom.
മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് തരുന്ന ലെസൺസ് നമുക്ക് പഠിക്കാൻ സാധിക്കും. സോ കോൾഡ് വൈസ് മാൻ പഠിപ്പിച്ചു തരുന്ന ഫേക്ക് വിസ്ഡത്തിനെക്കാളും റിയൽ ലൈഫിൽ നമ്മൾ പഠിച്ചെടുക്കുന്ന വാല്യൂസ് തന്നെയാണ് നമുക്ക് മുതൽക്കൂട്ട്. നമ്മുടെ ഈ ഡിസ്കഷന്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് ചോദിച്ച 3 ചോദ്യങ്ങൾക്കുള്ള നിങ്ങളുടെ ഉത്തരം മനസ്സിൽ ഓർത്തുവെക്കാൻ പറഞ്ഞിരുന്ന ഓർമ്മയുണ്ടോ? ഇനി നിങ്ങളുടെ ആ ആൻസേഴ്സും ഈ ആൻസേഴ്സും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഈ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തതായി നിങ്ങൾക്ക് ഏത് ലെസന്റെ സമ്മറിയാണ് ചെയ്യേണ്ടതെന്ന് കമന്റ് ചെയ്താൽ ആ വീഡിയോ തീർച്ചയായും ചെയ്യാൻ ശ്രമിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.